വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ ദിവസമായില്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങളെല്ലാവരും കൂടി എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുള്ള കുറച്ച് വിശേഷമാണ്. ഇങ്ങനെ ഇതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് വേഗം പോകുന്നതാണ് കേട്ടോ. പിന്നെ ബസ്സിലായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം പറയാതെ വരുന്നതിന് എന്താ പറയുക, അതൊരു ത്രില്ല് വേറെ തന്നെയാണല്ലോ. അപ്പോൾ വന്ന പാടെ തന്നെ ഞാൻ ഓട്ടടി ഉണ്ടായിരുന്നു, ചെറുപയർ കറിയും അതും കൂട്ടി ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഉമ്മ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നു എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് ഒന്ന് ചിക്കൻ വാങ്ങി കൊണ്ടുവന്നു. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ, കാരണം എന്താണോ ഉള്ളത് അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ പണ്ടെങ്ങാനോ കുഴിച്ചിട്ട കാവത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉമ്മ പറഞ്ഞു ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്, നമുക്ക് കൊത്തി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ആയിക്കോട്ടൊക്കെ കൊണ്ടുവന്ന് ഒന്ന് കൊത്തി വെക്കാൻ ശ്രമിച്ചു കേട്ടോ. പക്ഷേ കഴിയുന്നില്ല, കാരണം അത്രക്കും നല്ല പോലെ അടിയിലേക്ക്, മണ്ണിൻ്റെ അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബ്രദറിനൊക്കെ കൂട്ടി മെല്ലെ സോപ്പിട്ടുങ്ങാണ്ട് പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ബ്രദർ കൊത്തിയപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോന്നു കേട്ടോ. എന്നാലും ബാക്കിയുള്ള കഷ്ണമൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഉപ്പ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കാവത്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാരണം മണ്ണിൻ്റെ അടിയിലേക്ക് അത്രക്കും നല്ല ആഴത്തിൽ ഇറങ്ങി ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തിരിച്ച് ഇന്ന് തന്നെ പോരും കേട്ടോ. അപ്പോൾ ഞാൻ പോരുന്നതിന് മുമ്പ് കുറച്ച് അമൃതപ്പൊടി ഉമ്മക്ക് ഞാൻ ഇന്നാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മ പൂരം വറുക്കാന്ന് പറയില്ല, നമ്മൾ അമൃതപ്പൊടിയൊക്കെ വറുത്ത് വെക്കുമല്ലോ, അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പോകുന്ന സമയത്ത് ഞാൻ അതും കൂടി എടുത്ത് അവിടെ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇത് പിറ്റേന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാവത്ത് കിട്ടിയ അന്ന് എനിക്ക് എന്താ അറിയില്ല, അന്ന് തന്നെ വെക്കണം എന്ന് തോന്നിയിട്ട്, പക്ഷെ അന്ന് വെക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിറ്റേന്ന് രാവിലെ കാവത്ത് പുഴുങ്ങാണ് കേട്ടോ. അപ്പോൾ ചെറിയ വന്ന സമയത്ത് കാവത്ത് കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാളെ രാവിലെ നമുക്ക് കാവത്ത് പുഴുങ്ങാം, പിന്നെ അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചമ്മന്തിയോ മതിയല്ലോ. അപ്പോൾ ഇത് കാവത്തിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ മണ്ണും കാര്യങ്ങളൊക്കെ പോക്കിട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ അടുപ്പിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അടുപ്പൊക്കെ ഒന്ന് തീയൂട്ടിയെടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് എനിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ഇടാഞ്ഞത്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത എക്സാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആവിയിൽ നമ്മളെ കാവത്ത് പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ നല്ല പോലെ കത്തിച്ചതിന് ശേഷം നമ്മൾ കാവത്ത് ഏകദേശം റെഡിയായി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് കേട്ടോ. പിന്നെ കാവത്ത് ഞാൻ എടുത്ത സമയത്ത് ചെറിയൊരു കഷ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുഴിച്ചിടാൻ വേണ്ടിയിട്ട്, അടുത്ത വർഷത്തേക്ക് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാവത്ത് അവിടെ നിന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇതിലേക്കുള്ള ഒരു ചമ്മന്തി റെഡിയാക്കുകയാണ്. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഞാനില്ലേ, ചെറിയുള്ളി അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഈ ഒരു പരവാവുന്ന രീതിക്ക് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് പച്ചമുളകും നല്ല എരിവുള്ള കാന്താരി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 8-10 ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാവത്ത് പുഴുങ്ങിയത്, അതുപോലെ വേറെ ചേമ്പ് അങ്ങനെയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ നല്ല എരിവും കുറച്ച് എരിവൊക്കെ ഉള്ള ചമ്മന്തി കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിലേക്ക് പിന്നെ കട്ടൻ ചായയും കൂടി ആയാൽ പിന്നെ പറയണ്ട കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് നല്ല പോലെ ചതച്ചെടുത്തത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അങ്ങനെ എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മളെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചൂടുള്ള നമ്മളെ കാവത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചൂടുള്ള ചായയും കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഈ രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്ന് വെച്ചാൽ നമുക്ക് പണ്ടേ ശീലമായതുകൊണ്ട് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ.
അങ്ങനെ ഇതാ കട്ടൻ ചായ ഉണ്ട്, നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല എരിവുള്ള ചമ്മന്തി, പിന്നെ നമ്മളെ കാവത്തും കൂടി ആകുമ്പം നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. എനിക്ക് മോക്കും വന്നിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇത് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ഇൻസ്റ്റയിലുള്ള ഐസ ഡിസൈനിങ് എന്ന് പറയുന്ന എൻ്റെ സ്വന്തം കസിനാണ് കേട്ടോ. അപ്പോൾ അവൾ അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കും മോക്കും ഒരേ പ്രിൻ്റ് വരുന്ന ഒരേ രീതിയിലുള്ള ഡ്രസ്സ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഡ്രസ്സ് ഞാൻ പണ്ടേ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. നമുക്കൊരു പെൺകുട്ടിയൊക്കെ ആവുന്ന സമയത്ത് ഇൻഷാ അള്ളാ നമുക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒരുമിച്ച് ഒരേ രീതിയിലുള്ളത് ഇടാലോ എന്നുള്ള കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവളെ പേജ് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് കയറിയിട്ട് നോക്കട്ടോ.